നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഗ്യാലറിയിൽ നിന്ന് വീണ തൃക്കാക്കര MLA ഉമാ തോമസിന് ഗുരുതര പരിക്ക്. തലയ്ക്കും നട്ടെല്ലിനും ശ്വാസകോശത്തിനും പരിക്കേറ്റ MLA റിനൈ മെഡിസിറ്റി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം എറണാകുളത്തെത്തി. സ്റ്റേഡിയത്തിൽ വേദി ഒരുക്കിയതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പോലീസും ഫയർഫോഴ്സും പരിശോധന നടത്തി. YS അഭിനന്ദുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അഭിനന്ദൻ, ഒടുവിലെ മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച് എങ്ങനെയാണ് ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില? റവന്യൂ മന്ത്രി ഉൾപ്പെടെ അവിടെ ആശുപത്രിയിൽ എത്തിയിരുന്നുവല്ലോ, അദ്ദേഹം നൽകിയ വിവരവും എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിനന്ദ്? ഉന്മേഷ്, ഒടുവിലെ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അപ്പം തന്നെ തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു കാര്യം ഈ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുകയുള്ളൂ. എന്തായാലും മന്ത്രി K രാജൻ അല്പസമയം മുമ്പ് ഉമാ തോമസ് MLA സന്ദർശിച്ച മാധ്യമങ്ങളോട് കണ്ടു. തുടക്കത്തേതുപോലെയുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നതാണ് മന്ത്രി K രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ആരോഗ്യനില ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ തുടരുന്നു. നില തരണം ചെയ്തു എന്ന് തന്നെയാണ് മന്ത്രി K രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരവും അങ്ങനെ തന്നെയാണ്. നാളെ രാവിലെ 10:30 പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വരും. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം ഇപ്പോൾ പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റൽ സന്ദർശിച്ചിട്ടുണ്ട്. അതിനുശേഷം കൃത്യമായ ആരോഗ്യനിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ആദ്യം CT സ്കാൻ ആയിരുന്നു എടുത്തത്. CT സ്കാനിലാണ് ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റതായി കാണുന്നത്. പിന്നീട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് നിന്ന് പാലാരിവട്ടത്തെ ഈ റിനൈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്ട് ഇപ്പോൾ 8 മണിക്കൂറോളമായി ഇപ്പോൾ പാലാരിവട്ടത്തെ ഈ ആശുപത്രി തുടരുകയാണ്. കൃത്യമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് വരികയാണെങ്കിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാറ്റ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി സുരക്ഷാ വീഴ്ച അടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഫയർഫോഴ്സ് നേതൃത്വത്തിലുള്ള സംഘവും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഈ സ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി സംഘാടകർക്കെതിരെ അടക്കം കേസെടുക്കണമോ വേണ്ടയോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇവിടെ സന്ദർശിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10:30 വിശദമായ മെഡിക്കൽ ബുള്ളറ്റിൻ എന്നാണ് റവന്യൂ മന്ത്രി K രാജൻ വ്യക്തമാക്കിയത്. തുടക്കത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നുകൂടി റവന്യൂ മന്ത്രി ആശുപത്രിയിൽ എത്തിയ ശേഷം പ്രതികരിച്ചിരുന്നു. ഇടുക്കി മുള്ളരിങ്ങാട് അമീൽത്തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. തേക്കിൻകുപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. വണ്ണപ്പുറം പഞ്ചായത്തിൽ UDF-ഉം LDF-ഉം NDA-യും ഹർത്താലിന് ആഹ്വാനം ചെയ്തു. മരിച്ച അമർ ഇലാഹിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൊടുപുഴയിൽ നിന്നും. രാഹുൽ, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണോ? UDF-ന്റെ പ്രതിഷേധമുണ്ടായിരുന്നല്ലോ. ഈ നഷ്ടപരിഹാരം നൽകുമെന്ന് വനമന്ത്രി അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണോ പ്രതിഷേധം അവസാനിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. രാവിലെ 8:30 സംസ്കാര ചടങ്ങുകൾ, കബറടക്കം ഉൾപ്പെടെ അമറിന്റെ നടക്കുമെന്ന് ബന്ധുക്കളിൽ നിന്ന് സൂചനയും ലഭിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ പ്രതിഷേധങ്ങൾ വലിയ തരത്തിൽ ഈ മോർച്ചറിക്ക് മുൻപിൽ നമ്മൾ കണ്ടതാണ്. UDF-ന്റെയും LDF-ന്റെയും പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ഈ അമറിന്റെ കുടുംബത്തിന് കൈമാറുമെന്ന് ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും ഹർത്താൽ ആഹ്വാനമുണ്ട്. വണ്ണപ്പുറം പഞ്ചായത്തിലാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഈ കാട്ടാനകൾ ഇനിയും അവിടെ ഇറങ്ങാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് വനംവകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവണം. ഇനി അവിടെ ആനകൾ ഉണ്ടെങ്കിൽ അതിനെ തുരത്തുന്നതിനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് ഈ പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെങ്കിലും വനമേഖലയിൽ ആക്രമണം നടന്നതിനാൽ തന്നെ പൈസ കൊടുക്കാൻ വനം വകുപ്പിന് നിർവാഹമില്ല എന്നുള്ളൊരു പ്രതികരണം വന്നിരുന്നത് വനം വകുപ്പിന്റെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ CCF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. എന്തായാലും അതിലുൾപ്പെടെയുള്ള കൂടുതൽ പ്രതികരണങ്ങൾ നാളെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് തൊടുപുഴയിൽ.
റാസൽ ഖൈമയിൽ പരിശീലന വിമാനം തകർന്ന് 2 മരണം. പൈലറ്റും യാത്രക്കാരനായ ഇന്ത്യൻ ഡോക്ടറുമാണ് മരിച്ചത്. അൽ ജസീറ എയർ സ്പോർട്സ് ക്ലബിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അൽ ജസീറ ഏവിയേഷൻ ക്ലബിന്റെ ചെറുവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. റാസൽ ഖൈമയുടെ തീരമേഖലയിൽ വെച്ചാണ് അപകടം സംഭവിച്ചതെന്ന് UAE സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ബീച്ചിന് സമീപമുള്ള ഹോട്ടലിൽ നിന്ന് പറന്നുവരുന്ന വിമാനം ഉടൻ തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽ പൈലറ്റും സഹയാത്രക്കാരനായ ഇന്ത്യൻ ഡോക്ടർ സുലൈമാൻ അൽ മജീദുമാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരനും നോക്കി നിൽക്കെയാണ് അപകടം നടന്നത്. 29-കാരിയായ പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ച പൈലറ്റ്. വിമാനത്തിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കാനായിരുന്നു സുലൈമാനും കുടുംബവും ഏവിയേഷൻ ക്ലബിൽ എത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. അപകടത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായി UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. 24 ദുബായ്. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ കോടതി പരിഗണിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേസ് പരിഗണിക്കുക. മോചന ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുൾ റഹീമും കുടുംബവും നിയമസഹായ സമിതിയും. ഈ മാസം 12-ന് കേസ് പരിഗണിച്ച കോടതി സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കേസ് നീട്ടിവെച്ചത്. സൗദിയിലെ കമ്പനികൾ തങ്ങളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സമയപരിധിക്കുള്ളിൽ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റണമെന്ന് വാണിജ്യ മന്ത്രാലയം. 2025 ജനുവരി 18-ന് സമയപരിധി അവസാനിക്കും. സൗദിയിൽ 2023 ജനുവരി 19-ന് മുമ്പ് ആരംഭിച്ച കമ്പനികൾക്ക് അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡിജിറ്റലൈസ് ചെയ്യാൻ നൽകിയ സമയം 2 വർഷമാണ്. 2025 ജനുവരി 18 വരെയാണ് സമയം. ഈ അവസരത്തിൽ ആർട്ടിക്കിൾസ് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ മറ്റു ഭേദഗതികളും ചെയ്യാനുള്ള അവസരമുണ്ടെന്ന് കോർപ്പറേറ്റ്സ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് CMO ജാസിം ജൌഹർ പറഞ്ഞു. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അഥവാ കമ്പനിയുടെ കോൺട്രാക്ട്, അറബിയിൽ അക്കദോസീസ് എന്ന് പറയുന്ന അവരെ കോൺട്രാക്ട്, ഇതുവരെ അത് പല പഴയ കമ്പനികൾക്കും അത് പേപ്പർ ഫോമുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഡിജിറ്റലൈസേഷൻ ചെയ്യാന്നുള്ളത് ഒരു ഉത്തരവ് മിനിസ്റ്റർ ഓഫ് കൊമേഴ്സിന്റെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നിലവിൽ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നത് 100 റിയാൽസ് മാത്രമാണ്. ആ ഡേറ്റ് കഴിഞ്ഞാൽ ഉടനെ അവർ അത് ചാർജ് ചെയ്യുന്നത് 1700 സംതിങ്ങിലോട്ട് അത് അവർ ചാർജ് ചെയ്തിട്ട് വരും. കമ്പനികളിലുള്ള മാറ്റങ്ങൾ, ഓണർഷിപ്പിലുള്ള ചേഞ്ചുകൾ, ബാങ്കിങ്ങിൻ്റെ പവർ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങളും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളെല്ലാം അവർക്ക് ഈ ഒരു അവസരത്തിൽ മാറ്റം വരാവുന്നതാണ്. സമയപരിധി അവസാനിക്കാൻ ഇനി 20 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. സമയപരിധിക്കുള്ളിൽ ആർട്ടിക്കിൾസ് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ജലീൽ കണമകലം, 24 ജിദ്ദ. ജിദ്ദയിൽ OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ആബിർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറയ്ക്കൽ അധ്യക്ഷനായിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഇന്ത്യക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്കും ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ യോഗം അനുസ്മരിച്ചു. ആസാദ് പോരൂർ, ഷെരീഫ് അറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. പഴമയുടെ പ്രതാപം വിളിച്ചറിയിച്ച് ബഹ്റൈനിൽ മനാമ ഫെസ്റ്റിന് തുടക്കമായി. മനാമയെ ഗൾഫ് ടൂറിസം ക്യാപിറ്റലായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സംഘടിപ്പിക്കുന്ന റെട്രോ മനാമ ഫെസ്റ്റിവലിൽ ബഹ്റിന്റെ മനോഹരമായ ഭൂതകാലത്തിന്റെ സുവർണ സ്മൃതികൾ പ്രദർശിപ്പിക്കുന്നു. ജനുവരി 7 വരെ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിവലിൽ ഫുഡൂർ, ഗോൾഡ് ഷോപ്പ് ടൂർ, സംഗീത നാടക പ്രകടനങ്ങൾ, റെട്രോ ഗെയിമുകൾ, മ്യൂസിയം, വിന്റേജ് എക്സിബിഷനുകൾ എന്നിങ്ങനെ നിരവധി പരിപാടികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മനാമയുടെ ചരിത്രത്തിലെ സുപ്രധാന കാലഘട്ടങ്ങളും സാംസ്കാരിക വൈവിധ്യവും സമ്പന്നമായ ചരിത്രവും മനസ്സിലാക്കാൻ പറ്റിയ അവസരമാണിതെന്ന് ബഹ്റൈൻ ടൂറിസം മന്ത്രി ഫാത്തിമ അൽ സൈറാഫി പറഞ്ഞു. മനാമയെ ഗൾഫ് ടൂറിസം ക്യാപിറ്റൽ 2024 പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് ആരംഭിച്ച പരിപാടികളുടെ ഭാഗമായാണ് സെലിബ്രേറ്റ് ബഹ്റൈൻ 2024 ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. പരിപാടികളുമായി വ്യാപാരികളും കടകളും പരിസരവും ഭംഗിയാക്കി മനാമ ഫെസ്റ്റിനെ ആകർഷകമാക്കാൻ കടയുടമകളും രംഗത്തുണ്ട്. 24 ബഹ്റൈൻ. സൗദിയിലെ അൽ ഗസിമിൽ ബുറൈദ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നവോദയ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നക്ഷത്രരാവ് സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. റിയ ടാക്കീസ് അവതരിപ്പിച്ച ശിങ്കാരിമേളം, കലാഭവൻ നസീബിന്റെ കോമഡി ഷോ, വോയിസ് ഓഫ് നവോദയയുടെ ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. സുധീർ കായംകുളം, ഫിബിൻ ബേബി, നൈജി രഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു. MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ ജിദ്ദ വായനക്കൂട്ടം അനുശോചന യോഗം സംഘടിപ്പിച്ചു. ചുറ്റുപാടുകളിൽ നിന്നും കണ്ടെടുത്ത ജീവിത കണലുകളെ ഉലയിലൂതി തീയാക്കിയാണ് MT വായനക്കാരിലേക്ക് എത്തിച്ചത് എന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. OICC നേതാവും ലോക കേരള സഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ KTM മുനീർ, മാധ്യമപ്രവർത്തകൻ മുസഫിർ തുടങ്ങിയവർ പങ്കെടുത്തു. MTയുടെ ജീവിത നാൾവഴികളുടെ എന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു.
വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. മരണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം. ആത്മഹത്യയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. NM വിജയന്റെ മരണത്തിനു പിന്നാലെ സാമ്പത്തിക ഇടപാടുകളടക്കം ആരോപണമായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസിന്റെ അന്വേഷണം. ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫിനാണ് അന്വേഷണ ചുമതല. ബത്തേരി അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇയാളുടെ അമ്പലവയലിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. NM വിജയന്റെ മൂത്ത മകന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. NM വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 24 വയനാട്. തിരുവനന്തപുരം RCC മെഡിക്കൽ ലബോറട്ടറിയിലെ വിശ്രമമുറിയിൽ പെൻ ക്യാമറ സ്ഥാപിച്ചെന്ന് പരാതി. RCC സീനിയർ ലാബ് ടെക്നീഷ്യൻ രാജേഷ് KR-നെതിരെ വനിതാ ജീവനക്കാർ പരാതി നൽകി. 3 മാസം മുൻപാണ് സംഭവം. പരാതിയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ മെഡിക്കൽ ലബോറട്ടറിയിലെ 9 വനിതാ ജീവനക്കാരാണ് പരാതി നൽകിയത്. മെഡിക്കൽ ലബോറട്ടറിയിലെ വിശ്രമമുറിയിൽ ഒളിക്യാമറ സ്ഥാപിക്കുകയും ഇതുവഴി ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പകർത്തിയെന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. പെൻ ക്യാമറ സ്ഥാപിച്ചാണ് ഇത്തരത്തിൽ സംഭാഷണങ്ങൾ പകർത്തിയത്. മെഡിക്കൽ ലബോറട്ടറിയിലെ തന്നെ സീനിയർ ടെക്നീഷ്യനായ രാജേഷ് KR-നെതിരെയാണ് ഇത്തരത്തിൽ ആരോപണം ഉയർന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് വനിതാ ജീവനക്കാർ പറയുന്ന കാര്യം. ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ നേരത്തെയും വനിതാ ജീവനക്കാരെ അപമാനിക്കുകയും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട ശക്തമായ നടപടി വേണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഗുരുതരമായ ഒരു കുറ്റം നടത്തിയിട്ടും യാതൊരു നടപടിയും എടുക്കാതെ ഈ ഉദ്യോഗസ്ഥനെ RCC ഡയറക്ടർ സംരക്ഷിക്കുകയാണ് എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം ശിക്ഷാവിധിക്ക് ശേഷം മേൽക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കേസിൽ പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരനെതിരെ ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ രംഗത്തെത്തി. കൊച്ചി CBI കോടതി കേസിൽ വിധി പറഞ്ഞതോടെയാണ് കുടുംബം നിലപാട് വ്യക്തമാക്കിയത്. ജനുവരി 3-ന് അന്തിമ വിധി വന്നതിന് ശേഷം അപ്പീൽ നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ആദ്യഘട്ടം മുതൽ കുടുംബത്തിനൊപ്പം നിന്ന അഡ്വക്കേറ്റ് CK ശ്രീധരൻ വഞ്ചിച്ചെന്നും സത്യനാരായണൻ. CK ശ്രീധരന്റെ അഭിഭാഷക ജീവിതം അധപ്പതിച്ചെന്നും നീചനെന്നും ശരത് ലാലിന്റെ പിതാവിന്റെ ആരോപണം. അയാൾ ഈ കേരളത്തിൽ വാദിച്ചതിൽ ഈ വക്കീൽ പണി എടുത്തതിന് ശേഷം ഇത്ര നീചമായ ഒരു പ്രവൃത്തി ചെയ്തൊരു വക്കീൽ, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ നമ്മോട് കാട്ടിയ അതിനുള്ള ഒരു പ്രത്യേക ശിക്ഷയാണ് അയാൾക്ക് ഈ സമൂഹം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആരോപണം പ്രതിഭാഗം അഭിഭാഷകനായ CK ശ്രീധരൻ തള്ളി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമോപദേശത്തിന് ബന്ധപ്പെട്ടവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ആളുകളോ എന്നെ സമീപിക്കുകയോ ഞാൻ കേസ് കാര്യങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിനിടെ കേസ് നടത്തിപ്പിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് KPCC മുൻ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തി. കോൺഗ്രസ് നേതൃത്വം ഈ കേസിനെ വേണ്ടുന്ന രീതിയിൽ ശക്തമായിട്ട് പിന്തുണച്ചിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്ക് അന്നും ഇന്നുള്ളത്. കാരണം ഒരു ചെറിയ കാശിന് വേണ്ടി പോലും 1000 വട്ടം പല നേതാക്കന്മാരെയും വിളിക്കേണ്ട ഗതികേട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ബാലകൃഷ്ണൻ പെരിയയ്ക്കും CPIM-നും ഒരേ വാക്കുകളെന്ന് DCC പ്രസിഡന്റ് PK ഫൈസലിന്റെ മറുപടി. ബാലകൃഷ്ണൻ പെരിയക്ക് എന്തും പറയാം. ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള വലിയ ഒരു പ്രവർത്തനങ്ങളുമായാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ വിജയമാണ് കുടുംബം ഉൾപ്പെടെ. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ അന്തിമ വിധി വരാനിരിക്കെ കേസ് നടത്തിപ്പിനെ ചൊല്ലി ജില്ലയിൽ വിവാദമുയരുകയാണ്. 24 കാസർഗോഡ്. സംഭവബഹുലമായ നാളുകൾക്ക് ശേഷം കേരള ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്ന് സംസ്ഥാനം വിട്ട ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയക്കാൻ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയില്ല. കേരളവുമായി ബന്ധം തുടരും എന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് 7 ദിവസം രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ ഔദ്യോഗിക യാത്രയയപ്പുണ്ടായിരുന്നില്ല. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഔദ്യോഗികമായി സംസ്ഥാനം വിട്ടപ്പോൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സൗഹൃദ സന്ദർശനത്തിന് പോലും തയ്യാറായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. 10:30 ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാജ്ഭവനിലേക്ക് എത്തി. വിമാനത്താവളത്തിലെ വിപുലമായ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കിയെങ്കിലും രാജ്ഭവനിൽ സുരക്ഷയ്ക്ക് നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. 11:30 ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്നും ഔദ്യോഗികമായി യാത്ര തിരിച്ചു.
ഉന്നത ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയായിരുന്നു വിമാനത്താവളത്തിലേക്കുള്ള യാത്ര. വിമാനത്താവളത്തിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മുൻപുള്ള കാർക്കശ്യം വെടിഞ്ഞു. വിയോജിപ്പ് പ്രകടമാക്കാതെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസ. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരം ആയ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. നിങ്ങളെ എല്ലാം ഞാൻ എന്നും ഓർക്കും. കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ. വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ പേട്ടയിൽ വെച്ച് SFI പ്രവർത്തകർ ഗവർണർക്ക് ടാറ്റ നൽകി പ്രതിഷേധിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 3:30 കൊച്ചിയിൽ നിന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിലേക്ക് മടങ്ങും. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നതോടെ അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കിയിരുന്ന കേന്ദ്രസേനയും മടങ്ങും. പുതിയ ഗവർണറായി ചുമതലയേൽക്കുന്ന രാജേന്ദ്ര അർലേക്കർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇനി കേന്ദ്രസേന സുരക്ഷയൊരുക്കുകയുള്ളൂ. ജനുവരി 2 രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണറായി ചുമതലയേൽക്കും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. സീരിയൽ താരം ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറയുന്നു. ഫ്ലവേഴ്സ് ചാനലിലെ പഞ്ചാഗ്നി സീരിയലിലൂടെ ശ്രദ്ധേയനായാണ് ദിലീപ് ശങ്കർ. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിൽ ഇന്ന് രാവിലെയാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സീരിയലിൽ അഭിനയിക്കാനെത്തിയ ദിലീപ് ശങ്കർ 4 ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. എന്നാൽ ദിലീപ് ശങ്കർ മുറിവിട്ട് പുറത്തേക്ക് വരാറില്ലെന്നായിരുന്നു വിവരം. സീരിയൽ പ്രൊഡക്ഷൻ ടീം ദിലീപിനെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് ഹോട്ടൽ അധികൃതരും പോലീസും നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. ദിലീപ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമുക്ക് വർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം നമുക്ക് ബ്രേക്ക് ആയിരുന്നു. ആ ബ്രേക്കിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങൾ പുള്ളി ഇവിടെ അഭിനയിക്കേണ്ടതാണ്. അപ്പം 2 ദിവസമായിട്ട് നമ്മുടെ ആൾക്കാർ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ലായിരുന്നു. സ്ഥിരമായിട്ട് പുള്ളി ഇങ്ങനെ ഫോൺ എടുക്കാത്തൊരു പതിവുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പം നമ്മുടെ കൺട്രോളർ വന്ന് നേരിട്ട് വന്ന് കണ്ട്, ഫോൺ എടുക്കാത്തതുകൊണ്ട് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അല്ല, എന്താണെന്ന് അറിയിട്ടില്ല. നമ്മളിപ്പോൾ പരിശോധന വിശദമായി തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഫോറൻസിക് എക്സ്പെർട്ട് വരാനുണ്ട്, വന്നിട്ട് തുടങ്ങുന്നുള്ളൂ. ദിലീപ് ശങ്കറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. 24 തിരുവനന്തപുരം. തുടക്കൽ ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.